വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേബി ഓഫ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ കുഞ്ഞുഞ്ഞെന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞാണിത്. ഞങ്ങളൊരു നിലപാട് പിണറായി സർക്കാരിന് ഇതിലൊരു പങ്കുമില്ല എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തത്തിൽ പിണറായി വിജയൻ എടുക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ അതേപടി അങ്ങ് വിശ്വസിക്കില്ല. ചരിത്രപരമായ ഒരു വലിയ സംഭവമാണ്. വിജയഗാഥ എന്ന പേര് തന്നെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ പേര് കൂടി ഇതിനകത്ത് കൂട്ടണം. വിഴിഞ്ഞത്തിൻ്റെ വിജയഗാഥ പിണറായി വിജയൻ്റെ ഗാഥയാണോ അതോ LDFിൻ്റെ വിജയഗാഥയാണോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കുന്നുണ്ട്. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. UDF കൺവീനർ ശ്രീ MM ഹസനാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത്. സ്വാഗതം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തിൻ്റെ നെറുകയിൽ കേരളം നിൽക്കുകയാണ്. അങ്ങനെ അതൊരു പതിറ്റാണ്ടുകളായുള്ള നമ്മുടെയൊക്കെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു. പക്ഷേ ആ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോഴും അതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ വലിയ രീതിയിൽ അതിപ്പോഴും കെട്ടടങ്ങുന്നില്ല. അതിൻ്റെ അവകാശവാദങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളുമൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പൂർണ്ണമായും തമസ്കരിക്കുകയായിരുന്നു ഉണ്ടായത്. 1960 അധികാരത്തിൽ വന്ന അന്നത്തെ ഐക്യ മുന്നണി ഗവൺമെൻറ്, പട്ടത്താനപിള്ളയുടെ നേതൃത്വത്തിൽ, ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് അവിടെ ഒരു തുറമുഖം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന SK പാട്ടീൽ ഇവിടെ വന്ന് തുറമുഖത്തിൻ്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. പിന്നീട് പല സ്റ്റഡീസ് നടന്നു കഴിഞ്ഞപ്പോൾ ആ തുറമുഖം ഫിഷറീസ് പോർട്ടായിട്ട് പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചു. പിന്നീട് ഈ ചർച്ച എപ്പോഴാണ് വരുന്നതെന്നറിയാം. യഥാർത്ഥത്തിൽ 91 K കരുണാകരൻ ഗവൺമെൻറ് നിയമസഭയിൽ അദ്ദേഹത്തോട് അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എവിടം വരെയായി? അന്ന് അദ്ദേഹം വളരെ മുമ്പോട്ട് പോയി. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ചർച്ചകൾ. അതിനുശേഷം അന്നും 2001 MP രാഘവൻ മന്ത്രിസഭയിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിലൊന്ന് ഈ പോർട്ട് തുറമുഖം. അപ്പോൾ ഈ 2001 ആകുമ്പോഴേക്കും എന്താണ്, അദ്ദേഹം വളരെ മുമ്പോട്ട് പോയി. അതിന് വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മളൊരു വലിയ ഹൈ ലെവൽ ഡെലിഗേഷൻ പോയി പഠനം നടത്തി റിപ്പോർട്ടുണ്ടാക്കി അത് മുമ്പോട്ട് നീങ്ങി. പക്ഷെ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിന് പോകുമ്പോൾ ചൈനീസ് പങ്കാളിത്തം ഇതിലുണ്ടായിരുന്നു. ഏതോ ഒരു ചൈനീസ് കമ്പനിയാണെന്ന് തോന്നുന്നു അന്ന് ഈ ബിഡ് ചെയ്ത് മുമ്പോട്ട് വന്നത്. അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ നയമനുസരിച്ച് ചൈനീസ് പങ്കാളിത്തം ഉള്ളതുകൊണ്ട് ഈ പദ്ധതിക്ക് അനുമതി നിഷേധിച്ചു. അപ്പോൾ ഇത് പിന്നീട് വരുന്ന 96 അച്യുതാനന്ദൻ ഗവൺമെൻറ് ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പിന്നീട് വന്ന 2011 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അവരാണ് ഇതിനകത്തുള്ള എല്ലാ പഠനവും നടത്തി റിപ്പോർട്ടുണ്ടാക്കി ഇത് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇത് പദ്ധതി ആരേറ്റെടുക്കും? ബിഡ് ചെയ്തപ്പോൾ ഏതോ ഒരു കമ്പനി ബിഡ് ചെയ്തു. അവർ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഈ പ്രതീക്ഷയേക്കാൾ വളരെ താഴെയായിരുന്നു. വലിയ എമൗണ്ടാണ് അവർ വോട്ട് ചെയ്തത്. അത് കൊടുക്കാൻ കഴിയാത്ത ഒരു കമ്പനി മാത്രം വന്നപ്പോൾ ബിഡ് ചെയ്യുമ്പോൾ സാധാരണ മത്സരമില്ലല്ലോ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് വീണ്ടും ബിഡ് വിളിക്കാൻ തീരുമാനിച്ചു. ഇതിനിടയ്ക്ക് ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുമാണ് അദ്ദേഹം പലരും വഴിയും അദാനിയെ ബന്ധപ്പെടാനും, അദാനി പോർട്ടാണല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ പോർട്ടുകളെല്ലാം കൈകാര്യം അത് ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഡൽഹിയിലെ റെസിഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കുന്ന KV തോമസ് അദ്ദേഹം പരസ്യമായി പറഞ്ഞു, പത്രങ്ങളിലെല്ലാം വന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണ്. ആ നിലയ്ക്ക് അദാനിയുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദാനിയെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ MP ക്വാർട്ടേഴ്സിൽ കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയും അന്നത്തെ പോർട്ട് വകുപ്പ് മന്ത്രി K ബാബുവും അദാനിയെ കാണുന്നു, സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴും അദാനിക്ക് ഇതിവിടെ വന്ന് ഏറ്റെടുക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. കാരണം തൊഴിൽ തർക്കങ്ങളും ഹർത്താലും ബന്ധമൊക്കെ ആയിട്ട് അത് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് വേറെയും പലരും മനസ്സിലാക്കുന്ന ശശി തരൂരും അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബിഡ് ചെയ്യാൻ തീരുമാനം. ബിഡ് ചെയ്തു. 2013 ബിഡ് അംഗീകരിച്ചു കഴിഞ്ഞ് ശരവേഗത്തിലാണ് പിന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഉമ്മൻചാണ്ടി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് എന്തെല്ലാം നടക്കണം എന്ന് ഇതുപോലൊരു വലിയ വൻകിട പദ്ധതിക്ക് ഏതെല്ലാം പാരിസ്ഥിതിക അനുമതി,
അത് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തതെന്താ, പുള്ളി നേരിട്ട് പോയി വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശിനെ കാണുകയും അദ്ദേഹത്തെ ഫിസിക്കലായിട്ട് വിഴിഞ്ഞത്ത് എത്തിച്ചു. അവർ പെട്ടെന്ന് പാരിസ്ഥിതിക ആഘാതമില്ല എന്നുള്ളതിന് ഒരു ക്ലിയറൻസ് കിട്ടുക അത്ര എളുപ്പമല്ല, അറിയാമല്ലോ. അത് കിട്ടി. ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇന്ന് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദൻ, പാർട്ടി സെക്രട്ടറി പിണറായി, ഇവർ രണ്ടുപേരും അവരുടെ പ്രതികരണം എന്തായിരുന്നു? അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഈ കരാർ ഒപ്പിട്ടതിന് കടൽ കൊള്ള എന്നാണ്. 7200 കോടി രൂപയുടെ പദ്ധതി, 6000 കോടി രൂപയുടെ ഭൂമി കുംഭകോണം, അഴിമതി, ഇതായിരുന്നു അന്ന് പറഞ്ഞത്. അപ്പോൾ പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എന്നുള്ളതിൽ അത് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചാനൽ ഈ ദൃശ്യമാധ്യമം വന്നതിന് ശേഷം പറഞ്ഞതൊന്നും ഇല്ലയെന്ന് പറയാനും നിഷേധിക്കാനും കഴിഞ്ഞ ദിവസം ഇതെല്ലാം നമ്മൾ കണ്ടപ്പോൾ പിണറായി പറയും ഇത് അഴിമതിയാണ്, ഇതിലെന്താ തർക്കം, പഴത്തിന് മുകളെ പരന്തും പറക്കില്ല, ഉമ്മൻചാണ്ടി അങ്ങനെയാണ്, ഇത് അഴിമതിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് 2016 പിണറായി സർക്കാർ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ പദ്ധതിക്കെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ, അത് ഉന്നയിച്ച വ്യക്തി മുഖ്യമന്ത്രി ആയപ്പോൾ ചെയ്തത് ആദ്യം വിജിലൻസ് എൻക്വയറി വെച്ചു. കാരണം ഭൂമി കുംഭകോണമല്ലേ. വിജിലൻസ് എൻക്വയറിയിൽ ഒരു തെളിവും കിട്ടിയില്ല. തൊട്ട് പിന്നാലെ ജുഡീഷ്യൽ അന്വേഷണം, ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. അവരും ഈ സമയം കൊണ്ട് പദ്ധതിയുടെ പ്രവർത്തനത്തിന് ഗവൺമെൻറ്റിന് പലതും ചെയ്യാമായിരുന്നു, അതൊന്നും ചെയ്തില്ല. ഏതാണ്ട് ഒരു കൊല്ലക്കാലം അന്വേഷണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. ഇതിലൊന്നും നടന്നില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഞങ്ങളെ മാനസികമായി തളർത്തി ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധ്യമല്ല. അദ്ദേഹം നിയമസഭയിലും പറഞ്ഞു, അദ്ദേഹം ഉറച്ച അഭിപ്രായം പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടെടുക്കില്ല. അങ്ങനെ ഒരു ദൃഢനിശ്ചയവും മുഖ്യമന്ത്രിയുടെയും ഗവൺമെൻറ് ഇച്ഛാശക്തിയും കൊണ്ടാണ് 2015 ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങി വെച്ചു, അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. അവരെ പ്രത്യേകിച്ച് അദാനിക്കും ആ പോർട്ട് കമ്പനിക്കും പിന്മാറാൻ കഴിയില്ല. വ്യവസ്ഥകൾ അങ്ങനെയാണ് വെച്ചത്. ഭൂമി കുംഭകോണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ അന്വേഷണം നടന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കാരണം 526 കോടി രൂപയ്ക്ക് അവിടെ ഭൂമി അക്വയർ ചെയ്ത് സർക്കാർ തന്നെ ആ ഭൂമിക്ക് പണം കൊടുത്തു. 132 ഏക്കർ ഭൂമി സമുദ്രം കടൽ നികത്തി. ഇതെല്ലാം ആ എഗ്രിമെൻറ്റിൽ എന്താ ചെയ്തത്? സംസ്ഥാന താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി. കൂടുതൽ പണം മുടക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിനെന്ത് ചെയ്തു? ഇതെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് കരാറിൽ എഴുതി വെച്ചു. അവിടെ അന്ന് 1000 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കും എന്ന് അദാനി ഉറപ്പ് നൽകി. അതനുസരിച്ച് മുമ്പോട്ട് പോയി. മറ്റേ ക്ലൈമറ്റ് ചേഞ്ച് വന്നു, കൊറോണ വന്നു, പിന്നെ വെള്ളപ്പൊക്കം വന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ പദ്ധതി നടത്താൻ ആവശ്യമായ കല്ലും മണ്ണും ഒക്കെ കിട്ടാനുള്ള ഒരുപാട് ബുദ്ധിമുട്ട് വന്നു. അതുകൊണ്ട് 2019 പൂർത്തിയാക്കേണ്ട പദ്ധതി ഇപ്പോൾ നങ്കൂര വിട്ടത് 2025. അപ്പോൾ എത്ര വർഷമായി? ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് 9 കൊല്ലം. അത് അന്വേഷണവും അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്താ, ഒച്ചഴയും പോലെ വഴുകയായിരുന്നു. ഒച്ചഴഞ്ഞ് അക്ഷരമാകുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് ഒച്ചഴയും പോലെ ഇഴഞ്ഞ് അദാനി മാറുന്നില്ല. അവരാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഗവൺമെൻറ്റിന് പുറകോട്ട് പോകാനും കഴിയില്ല. അതിൻ്റെ എല്ലാം ഫലമായി ഇത്രയും സമയമെടുത്ത്, അതേസമയം 2019 പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് 2020 21 പൂർത്തിയാക്കാൻ കഴിയെങ്കിൽ നമുക്ക് പറയാം ഈ പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം കൊണ്ട് ഇത് പൂർത്തീകരിച്ചു. പക്ഷേ തുടങ്ങിയതാരാ? ഞാൻ ചോദിക്കട്ടെ, ഒരു പദ്ധതി തുടങ്ങാതെ ആ തുടക്കത്തിലുള്ള ബാലാരിഷ്ടതകൾ ചെറുതൊന്നുമല്ല. അതുകൊണ്ട് ഇത് ആരെല്ലാം എന്തെല്ലാം അവകാശവാദം ഉന്നയിച്ചാലും, പ്രധാനമന്ത്രി ഈ കാര്യം പരാമർശിച്ചില്ലെങ്കിലും, മുഖ്യമന്ത്രി മനഃപൂർവ്വം തമസ്കരിച്ചാലും, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേബി ഓഫ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയെ കുഞ്ഞുഞ്ഞെന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. കുഞ്ഞുഞ്ഞിൻ്റെ കുഞ്ഞാണിത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അതിന് പാല് കൊടുത്തു കാണും, അതിന് താരാട്ട് പാട്ടി ഉറക്കിക്കാണും, നല്ല പോഷകാഹാരം കൊടുത്തിരുന്നേക്ക് എന്നേ ഇത് യാഥാർത്ഥ്യമായേനെ. അതുകൊണ്ട് പിണറായി തമസ്കരിച്ചാലും ആരൊക്കെ എന്തെല്ലാം ഇത് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കുന്നതിന് ചരിത്രത്തിൽ ഇത് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് 1940 അവിടെ സർവേ നടത്തിയ പദ്ധതിയാണ്. സർ സി പി രാമസ്വാമി അയ്യർ ആദ്യം ഇതിനെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ
ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ചിറക് മുളച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ശേഷമാണ്. അതിപ്പോൾ ഇന്ന് പറന്നുയർന്നു, പക്ഷേ അതെല്ലാം സ്വാഭാവികമായുള്ളതാണ്. ഞങ്ങളൊരു നിലപാട് പിണറായി സർക്കാരിന് ഇതിനൊരു പങ്കുമില്ല എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അവർ 8-9 കൊല്ലം കൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് അവരുടേതായ പങ്ക് അവർ നിർവഹിച്ചത്. പക്ഷേ ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തത്തിൽ പിണറായി വിജയൻ എടുക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ അതേപടി അങ്ങ് വിശ്വസിക്കില്ല. ചരിത്രം ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ പങ്ക് വിസ്മരിക്കില്ല. പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. ഒരു ആശയക്കുഴപ്പമില്ല. എന്താണെന്നറിയോ, അവർ നേരത്തെ തീരുമാനിച്ചു. തുറമുഖ വകുപ്പ് മന്ത്രി പറഞ്ഞു, സർക്കാരിൻ്റെ, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു വലിയ പദ്ധതി സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണോ ഉദ്ഘാടനം ചെയ്യേണ്ടത്? രാഷ്ട്രത്തിന് സമർപ്പിക്കലാണ്. പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോൾ എന്താ വിളിച്ചത്? സർക്കാർ വാർഷികത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് അയച്ച കത്തൊന്ന് പ്രസിദ്ധീകരിക്കാമോ? ഇത്തരം ഒരു വലിയ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിയെ വിളിച്ചു. അപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വാർഷികവുമായി ഇതിനെ ബന്ധപ്പെടുത്തിയതല്ലേ ഇതിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ്. എന്നിട്ട് തുറമുഖ വകുപ്പ് മന്ത്രി തന്നെ അനൗപചാരികമായി ആദ്യം പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ വിളിച്ചില്ല. വിളിക്കാത്തതിന് കാരണം സർക്കാർ പരിപാടികൾ വാർഷികം ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിച്ചു, വിളിച്ചാൽ വരില്ല. ഇത് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത്തെ ന്യായം എന്താ? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് കൂടി പ്രധാനമന്ത്രിയുടെ ആഫീസിൽ, ഞങ്ങൾ ഇവിടെ ഒരുപാട് കാലം ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയതല്ലേ UDFകാർ, ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ ഫൈനൽ അപ്രൂവലിന് PMOയ്ക്ക് അയക്കുക, പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക്. ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെൻറ് അയക്കുന്ന ലിസ്റ്റ് അവർ ആളെണ്ണം കുറയ്ക്കാൻ പറയുമെങ്കിലും അവർ നിരസിക്കുകയില്ല. ഇത് പുറത്തു വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ ചോദ്യം പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിച്ചു, അതോ സർക്കാരിൻ്റെ വാർഷികം നിങ്ങളും BJPയും സംയുക്തമായിട്ടാണോ നടത്തുന്നത് എന്ന് ഞങ്ങളുടെ ഒരൊറ്റ ചോദ്യം വന്നപ്പോഴാണ് മുൻ ഡേറ്റ് വെച്ച് അദ്ദേഹത്തിനൊരു കത്തയച്ചു. ആ കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അങ്ങയുടെ സാന്നിധ്യം ക്ഷണിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം ക്ഷണിച്ചാൽ അവിടെ വന്നിരുന്ന് മാർച്ചിസ്റ്റ് ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാരും MV ഗോവിന്ദനും ഇരിക്കുന്നത് പോലെ മുമ്പിലിരുന്ന് കേൾക്കാനല്ലേ അദ്ദേഹത്തെ വിളിക്കുന്നത്. അതിന് ആത്മാഭിമാനമുള്ള ഒരു പ്രതിപക്ഷ നേതാവിന് പോകാൻ പറ്റുമോ? ഒന്ന് ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ കാലത്തൊന്ന് ഫോണിൽ വിളിക്കുക വകുപ്പ് മന്ത്രി, അങ്ങനെയല്ലേ ക്ഷണിക്കുന്നത്? ഇതിനു മുമ്പ് അങ്ങനെയല്ലേ ക്ഷണിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിമാർ വരുന്ന പരിപാടി? അപ്പം മനഃപൂർവ്വം, കാരണം ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ തമസ്കരിക്കാൻ ശ്രമിക്കുകയും കഴിഞ്ഞൊരു പരിപാടിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടത്തേക്കാൾ വലുത് ഉമ്മൻചാണ്ടിയുടെ പങ്കിനെക്കുറിച്ച് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കുകയും ചെയ്തു. അതുമാത്രമല്ലല്ലോ, സ്ഥലം MP ശശി തരൂർ പ്രധാനമന്ത്രി തന്നെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അങ്ങോട്ട് പോയത്, അയാളെ കൊണ്ടൊരു വാക്ക് പറയിപ്പിച്ചോ? സ്ഥലം MLA കൊണ്ടൊരു വാക്ക് പറയിപ്പിച്ചോ? ഇല്ലല്ലോ. അതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ റോൾ ഈ ഇതിൽ പങ്ക് പറയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. ആശയക്കുഴപ്പമൊന്നുമില്ല, വളരെ വ്യക്തതയോടുകൂടി ബോധപൂർവം ചെയ്തതാണ്. ഈ ആരൊക്കെ പ്രസംഗിക്കണമെന്നൊക്കെ തീരുമാനിച്ചത് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? ആണല്ലോ, ഞാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മന്ത്രിയായിരുന്നാണല്ലേ. പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും വരുന്ന എല്ലാ പരിപാടിക്കും അതിൻ്റെ പ്രപ്പോസൽ ഇവിടെ നിന്നാണ് അയക്കുന്നത്. അങ്ങനെയാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അതിന് അപ്രൂവൽ കിട്ടും. ചിലപ്പോൾ പ്രൈം മിനിസ്റ്റർക്ക് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംരക്ഷണത്തിനൊക്കെ ഭീഷണിയുള്ള വല്ലവരുടെയും പേരതിൽ ഉണ്ടെങ്കിൽ അതവർ പറയും. ഇതൊന്നുമല്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് അയച്ച പേരല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ എന്ന് മുഖ്യമന്ത്രി ഗവൺമെൻറ് വൃത്തങ്ങൾ പറഞ്ഞു. ആ പേര് അവിടെ നിന്ന് ഉൾപ്പെടുത്തിയതാണെന്നും പറഞ്ഞു. ആണല്ലോ, ട്രാൻസ്ലേറ്ററെ കുറിച്ച് തന്നെ ഇപ്പോൾ പരാതി വന്നിട്ടില്ലേ? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞതായാലും സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെ സമ്മതിക്കാതെ ഒന്നും അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറി ഇരിക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ നിന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയാനില്ല അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് പോലും പങ്കെടുക്കാത്ത പരിപാടിയാണ്, BJP പ്രസിഡന്റിനെ ഇരുത്താൻ ബുദ്ധിമുട്ടാണ്, അവിടെ നിന്ന് ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പറയാമല്ലോ. അല്ല, അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് UDF പറയുന്നതെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് പറയുന്നത്, UDF അല്ല, ജനങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ ഈ ശശി തരൂരും M. വിൻസെൻ്റ് MPയും MLAയും പോകണമായിരുന്നു. ഞങ്ങളെടുത്ത തീരുമാനം എന്താ? സർക്കാരിൻ്റെ വാർഷികം നമ്മൾ ബഹിഷ്കരിക്കുന്നു, അവരുടെ രാഷ്ട്രീയ പരിപാടികളും അതെല്ലാം നമ്മൾ ബഹിഷ്കരിക്കുന്നു. എന്നാൽ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലങ്ങളിൽ MPക്കും MLAക്കും പഞ്ചായത്ത് പ്രസിഡന്റും പങ്കെടുക്കാം
ഇതായിരുന്നു ഞങ്ങൾ അന്ന് ആ പ്രഖ്യാപനം, ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് വളരെ ക്ലിയറായി പറഞ്ഞു. കാരണം ചിലപ്പോൾ MP-യുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്ന പദ്ധതിയായിരിക്കും, MLA-യുടെ ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്ന, പ്രതിപക്ഷത്തായി പോയതല്ലേ ഉള്ളൂ. ആ പരിപാടിക്ക് മുഖ്യമന്ത്രിയോ ആര് വന്നാലും ആ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ നേരത്തെ അനുമതി കൊടുത്തതാണ്. ഇതുപോലൊരു വികസന പ്രവർത്തനത്തിൽ അവരെ വിളിച്ച് അവർ പോവും. അവരെ പ്രസംഗിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഇവരുടെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമാക്കണം, ഭാഗമാക്കിയേ തീരൂ അവർക്ക്, അതാണ്. അപ്പോൾ അങ്ങനെ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമാക്കിയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം എന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുമ്പോൾ നിങ്ങളത് അതേ രീതിയിൽ അംഗീകരിക്കുകയാണോ? അതല്ലേ സത്യം. ഞങ്ങൾ സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇതിനെ കൂട്ടിച്ചേർക്കുന്നത് തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനാണ്. പ്രധാനമന്ത്രി ഒരു വാക്കെങ്കിലും പറഞ്ഞോ? കേരള ഗവൺമെൻറ്റിൻ്റെ 4th ആനിവേഴ്സറിയുടെ ഭാഗമായി ഞാനിത് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തെ കൊണ്ടൊന്ന് പറയിക്കാൻ ഇവർ തലകുത്തി നിന്നാൽ നടക്കുമോ? അതിനെല്ലാം അവർ വന്നത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം സർക്കാരിന് ക്രെഡിറ്റ് എടുക്കാൻ 4ാം വാർഷികത്തിൻ്റെ ഭാഗമാണെന്ന് പറയാം. അതുകൊണ്ടാണല്ലോ ഇത് ഈ പരസ്യ കമ്പനികളാണല്ലോ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അത് വിഴിഞ്ഞത്തിൻ്റെ അവരുടെ എന്താ തലവാചകം എന്താ? വിഴിഞ്ഞത്തിൻ്റെ വിജയഗാഥ. ചരിത്രപരമായ ഒരു വലിയ സംഭവമാണ്. വിജയഗാഥ എന്ന പേര് തന്നെ മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ പേര് കൂടി ഇതിനകത്ത് കൂട്ടണം. അതിപ്പോൾ നല്ല നല്ല പരസ്യ കമ്പനിക്കാരത് കണ്ടുപിടിക്കുമല്ലോ. വിഴിഞ്ഞത്തിൻ്റെ വിജയഗാഥ പിണറായി വിജയൻ്റെ ഗാഥയാണോ അതോ LDFിൻ്റെ വിജയഗാഥയാണോ എന്നൊക്കെ ആളുകൾ തീരുമാനിക്കുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി പോലും രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയെ പോലെ ഇത്ര ഔന്നത്യത്തിലിരിക്കുന്ന ഒരു വലിയ സ്ഥാനത്തിരിക്കുന്ന ആൾ ഒരു സാധാരണ 4ാം കിട രാഷ്ട്രീയക്കാരെ പോലെ ഈ ഇതുപോലുള്ള പദത്തിൽ സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ഔചിത്യം ആണ് അദ്ദേഹം കാണിക്കേണ്ടത്. അദ്ദേഹം എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. 140 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിൽ ഇതാണോ പറയേണ്ടത്? അദ്ദേഹം പറഞ്ഞതെന്താ? ഇന്ത്യ സഖ്യത്തിൻ്റെ പില്ലർ മുഖ്യമന്ത്രിയെക്കുറിച്ച്. ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവാരാ? ഇത് ഇന്ത്യ അലയൻസ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതാണ് ട്രാൻസ്ലേറ്റർ പറഞ്ഞത്. ഇന്ത്യൻ എയർലൈൻസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരാൾ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച ആളാണോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, ഞാൻ തനി BJP-കാരനാണ്, എനിക്ക് അത് സൗണ്ട് കേട്ടില്ല. ഇന്ത്യ അലയൻസ് എന്ന് അദ്ദേഹം പറഞ്ഞ് ഇന്ത്യൻ എയർലൈൻസ് എന്ന് പറയണമെങ്കിൽ അസാധാരണമായ കഴിവുള്ള ഒരാളിനല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ഇത് വളരെ പ്രധാനമന്ത്രി വളരെ ബോധപൂർവ്വം, കാരണം അദാനിയുടെ അതാണ് അദ്ദേഹം ചിലരുടെ ഉറക്കം കെടുത്തു എന്ന് പറഞ്ഞത് ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. അദാനിയുടെ പേരിൽ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാവിൻ്റെ ഉറക്കം കെടുത്തു എന്നാണ് പറഞ്ഞത്. അത് ഇതുപോലൊരു പരിപാടി പറയാൻ പാടുണ്ടോ? പൊളിറ്റിക്സ് അല്ലേ. ഇനിയിപ്പോൾ 26-ലൊരു തിരഞ്ഞെടുപ്പ് വന്നൊരു ഭരണമാറ്റം ഉണ്ടായാൽ പിന്നെ വരുന്ന ഗവൺമെൻറ് ആരുടെ ഗവൺമെൻറ് ആയാലും, ഞങ്ങളുടെ ഗവൺമെൻറ് ആയാലും അവരുടെ ഗവൺമെൻറ് ആയാലും ഇത് പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാതിരിക്കാൻ പറ്റുമോ? പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം ആത്മവിശ്വാസമുണ്ട്, 2026-ൽ വരുന്ന ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആയിരിക്കും. ഉമ്മൻചാണ്ടിയുടെ സ്വപ്നം പരിപൂർണമായി സാക്ഷാത്കരിക്കാൻ ആ ഗവൺമെൻറ്റിനാണ് അവസരം കിട്ടാൻ പോകുന്നത്, ഇതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ. ഇത്രയും സമയം വാക്കും മറുവാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.